Hi everyone, welcome to Basil Neelamra's classes. This class is primarily intended for students studying CMA at CMA Thrissur chapter. Cash flow statement മൂന്നാമത്തെ പാർട്ടിലോട്ട് സ്വാഗതം. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രമേ പാർട്ട് 3 കാണാൻ പാടുള്ളൂ. ഫസ്റ്റ് പാർട്ടിലാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻസും ബേസിക് കോൺസെപ്റ്റും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ് മെത്തേഡ് അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നീ രണ്ട് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പാർട്ട് 2 ഡയറക്റ്റ് മെത്തേഡിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് പഠിച്ചു. പാർട്ട് 3 ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കൂ. എക്സ് ലിമിറ്റഡ് has the following summarized balance sheet as at 31st March 2015. Liabilities, capital stock എന്ന് പറഞ്ഞാൽ capital 3,75,000, retained earnings, bonds payable, long-term loan, current liabilities total, asset side land, plant and machinery, investment, account receivable, cash. During 2015-16, following transactions took place. A piece of land was purchased for 38,750 in cash. അപ്പോൾ ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ക്യാഷിനാണ് ലാൻഡ് പർച്ചേസ് ചെയ്തത്. ഇത് ലാൻഡ് പർച്ചേസ് ചെയ്യുന്നത്, ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. നെക്സ്റ്റ്, ബോണ്ട്സ് പേയബിൾ വർത്ത് rupees 30,000 were paid in cash. ബോണ്ട് പേ ചെയ്തിട്ടുണ്ട്. ബോണ്ട് പേ ചെയ്യുന്നത്, ബോണ്ട് ഒരു നോൺ കറന്റ് ലയബിലിറ്റി ആണ്. നോൺ കറന്റ് ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ടതെല്ലാം ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. Additional amount of 1 lakh were received in cash on issue of equity shares. Equity shares issue ചെയ്യുന്നത് again ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. Dividend totaling 46,875 was paid, financing activity. Net income of 2015-16 was rupees 1,42,250 after allowing for depreciation of 47,500. Depreciation അതേപോലെ തന്നെ profit before tax net income കാണിക്കേണ്ടത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലാണ്. Another land was purchased through issue of bond worth rupees 1,12,500. Land purchase ചെയ്യുന്നത് നോർമലി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. പക്ഷെ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്ത് ലാൻഡ് പർച്ചേസ് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ എഫക്റ്റേ ചെയ്യില്ല. കാരണം ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള എൻട്രി ഡെബിറ്റ് ലാൻഡും, അത് ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടാണെങ്കിൽ ബോണ്ട് ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് ബോണ്ട്. ഇതിൽ എവിടെയും ക്യാഷിനെ എഫക്ട് ചെയ്യുന്നില്ല. പാർട്ട് 2 നമ്മൾ പഠിച്ചു ക്യാഷിനെ എഫക്ട് ചെയ്യാത്തത് ഒന്നും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ വരില്ല. എ പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ വർ സോൾഡ് ഫോർ rupees 64,375 ഇൻ ക്യാഷ്. ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്യുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ആൻഡ് ട്രാൻസാക്ഷൻ റിസൾട്ടഡ് ഇൻ എ ഗെയിൻ ഓഫ് rupees 6,875. in a gain അല്ല, in a gain of rupees 6,875. പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ലെസ് ചെയ്യണം. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പാർട്ട് 1 ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാണൂ. അതിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഇൻഡയറക്റ്റ് മെത്തേഡിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, എന്തുകൊണ്ടാണ് അവ ഇൻക്ലൂഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് അവ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ട് പാർട്ട് 1 ക്ലാസ് കാണൂ. പാർട്ട് 1 ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ മുകളിലത്തെ ഐ ബാർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ട് 1 ക്ലാസിന്റെ ലിങ്കിലോട്ട് പോകുന്നതായിരിക്കും. കറന്റ് ലയബിലിറ്റീസ് were increased to 90,000. again കറന്റ് ലയബിലിറ്റി എല്ലാം കാണിക്കുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലാണ്. പാർട്ട് 1 അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അക്കൗണ്ട് റിസീവബിൾ അതല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ആസ് ഓൺ 31st March 2016 total rupees 1,90,000. again അക്കൗണ്ട് റിസീവബിൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. പാർട്ട് 1 ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ ഫോർ 2015-16 യൂസിംഗ് ഇൻഡയറക്റ്റ് മെത്തേഡ്.
ഇൻഡയറക്റ്റ് മെത്തേഡിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആദ്യം ഹെഡിങ് കൊടുക്കുന്നു, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് for the year ended 31st March 2016. These particulars. First start ചെയ്യുന്നത് cash flow from operating activity. പാർട്ട് 1 ക്ലാസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയാം. അതിന്റെ ഫോർമാറ്റ് ഉണ്ട്, ഫോർമാറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. അഡ്ജസ്റ്റ്മെന്റ് നമ്പർ ഇയിൽ തന്നിട്ടുണ്ട്. നെറ്റ് ഇൻകം ഫോർ 2015-16 was rupees 1,42,250. 1,42,250. ആഡ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യും. P&L കാണിച്ചിരിക്കുന്ന ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യും. പിന്നെ ഏറ്റവും താഴെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ വീണ്ടും ഇൻട്രസ്റ്റ് പെയ്ഡ് ലെസ് ചെയ്യും. പാർട്ട് 1 നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇഗ്നോർ ചെയ്യുന്നു. പിന്നെ നോൺ ക്യാഷ് ഐറ്റം ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യും. എല്ലാ നോൺ ക്യാഷ് എക്സ്പെൻസും ആഡ് ബാക്ക് ചെയ്യണം. എല്ലാ നോൺ ക്യാഷ് ഇൻകംസും മൈനസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് അത് ആഡ് ബാക്ക് ചെയ്യുന്നു. ആഡ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ 47,500. ഡിപ്രീസിയേഷൻ 47,500. ഇനി ചെയ്യേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് നമ്പർ ജിയിൽ എ പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ വർ സോൾഡ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്, ബട്ട് അത് റിസൾട്ടഡ് ഇൻ എ ഗെയിൻ ഓഫ് ₹6,875. അന്ന് നമ്മൾ പാർട്ട് 1 പഠിച്ചിട്ടുണ്ടായിരുന്നു. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആഡ് ബാക്ക് ചെയ്യണം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ലെസ് ചെയ്യണം. ഇവിടെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അത് ലെസ് ചെയ്യണം. മൈനസ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ലെസ് ചെയ്യുന്നു 6,875. നെക്സ്റ്റ് ഇതിനു ശേഷം വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും പാർട്ട് 1 പഠിച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്യണം, ബാക്കിയെല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ എച്ചും ഐയും ആണ് കറണ്ട് അസറ്റുമായി ബന്ധപ്പെട്ട് കറണ്ട് ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നത്. എച്ചില് കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ₹90,000. ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റി 75,000 ആണ് തന്നു. ആ കറണ്ട് ലയബിലിറ്റി 90,000 ആയി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 15,000 ഇൻക്രീസ് ചെയ്തു. ഞാൻ നിങ്ങളോട് ഒരു ഗോൾഡൻ റൂള് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെസ് ആണ്. ഇവിടെ കറണ്ട് ലയബിലിറ്റി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, പ്ലസ് ആണ് ചെയ്യേണ്ടത്. പ്ലസ് increase in current liability, increase in current liability. എത്ര ഇൻക്രീസ് ചെയ്തത്? 90 minus 75, 15,000 ഇൻക്രീസ് ചെയ്തു. നെക്സ്റ്റ് പോയിന്റ് ഐ, അക്കൗണ്ട് റിസീവബിൾ ആസ് ഓൺ 31st March 2016 ടോട്ടൽ ₹1,90,000. തൊട്ട് മുകളിലുള്ള ബാലൻസ് ഷീറ്റ് നോക്കൂ. തൊട്ട് മുകളിലുള്ള ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത് 31st March 2015 ബാലൻസ് ഷീറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അക്കൗണ്ട് റിസീവബിൾ 150,000 ആണ് കാണിച്ചിരിക്കുന്നത്. അത് എത്രയായിട്ട് ഇൻക്രീസ് ചെയ്തു? ഇയർ എൻഡ് ആയപ്പോ 31st March 2016 ഇയർ എൻഡ് ആയപ്പോ 190,000 ആയി. എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് റിസീവബിൾ 40,000 ഇൻക്രീസ് ചെയ്തു. അക്കൗണ്ട് റിസീവബിൾ കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. ഇതെല്ലാം പാർട്ട് 1 പഠിച്ചതാണ്. 40,000 ആണ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് മൈനസ് ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്.
190 minus 150, 40,000 increase ചെയ്തിട്ടുണ്ട്. ഇൻക്രീസ് ചെയ്തുകൊണ്ട് മൈനസ്. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കിട്ടും. ഇനി ഇൻട്രസ്റ്റ് പെയ്ഡ് ലെസ് ചെയ്യണം, അതേപോലെ തന്നെ ടാക്സ് പെയ്ഡ് ലെസ് ചെയ്യണം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് പെയ്ഡിന്റെ ഡീറ്റെയിൽസും തന്നിട്ടില്ല, ടാക്സ് പെയ്ഡിന്റെ ഡീറ്റെയിൽസും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം അല്ലെങ്കിൽ യൂസ്ഡ് ആവാം. പോസിറ്റീവ് ആണെങ്കിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയും, നെഗറ്റീവ് ആണെങ്കിൽ ക്യാഷ് ഫ്ലോ യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയും കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ 1,57,875 ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആണ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. എ എന്ന് പറഞ്ഞു കൊടുക്കും. നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഒന്ന് എ, പീസ് ഓഫ് ലാൻഡ് വാസ് പർച്ചേസ് ഫോർ 38,750 ഇൻ ക്യാഷ്. പർച്ചേസ് ഓഫ് ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഔട്ട്ഫ്ലോ ആണ്, നെഗറ്റീവ് 38,750. നെക്സ്റ്റ് പോയിന്റ് ജി, എ പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ വർ സോൾഡ് for rupees 64,375. 64,375 sale of investment. തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ വേറെ ഒന്നുമില്ല. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. $25,625 B. Next, cash flow from financing activity. Cash flow from financing activity. Point B, bonds payable worth 30,000 were paid. Redemption of bond അല്ലെങ്കിൽ payment of bond. Next, point number C, additional amount were received in cash on issue of equity shares. Issue of shares 1 lakh. Dividend, point D, dividend pay ചെയ്തിട്ടുണ്ട് 46,875. ബോണ്ട് റിഡീം ചെയ്യുന്നത്, കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്, നെഗറ്റീവ് 30,000. ഡിവിഡൻഡ് പേ ചെയ്യുന്നത് അഗെയിൻ ഔട്ട്ഫ്ലോ ആണ്, ബ്രാക്കറ്റ്സിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. സി. $23,125. Next, net increase or decrease in cash and cash equivalents. A plus B plus C. Operating activity plus investing activity plus financing activity. അത് മൂന്നും ചേർത്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് കിട്ടും. 2,06,625. നെക്സ്റ്റ് പ്ലസ് ക്യാഷ്
and cash equivalents in the beginning. In the beginning, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ ക്യാഷ് അക്കൗണ്ട് പോയിട്ട് നോക്കിയാൽ മതി. തന്നിരിക്കുന്നത് ബാലൻസ് ഷീറ്റിൽ ക്യാഷ് 37,500. ബിഗിനിങ് ഓപ്പണിംഗ് ബാലൻസ് ആണ് തന്നിരിക്കുന്നത് 37,500. രണ്ടും ആഡ് ചെയ്താൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് അറ്റ് ദി എൻഡ് കിട്ടും. $2,44,125. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പാർട്ട് 1 നമ്മൾ അതിന്റെ ബേസിക്സ് പഠിച്ചു. പാർട്ട് 2 ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു. പാർട്ട് 3 ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചു കഴിഞ്ഞു. ഇനിയും 1-2 ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കറക്റ്റ് സമയത്തിന് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ആക്കൂ. താങ്ക് യു ഫോർ ലേണിംഗ് വിത്ത് ബാസിൽ നീലാംബരം.